ഹായ് ഫ്രണ്ട്സ്, ഗീതൂസ് കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവാണ്. ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കടലമാവ് 1.5 കപ്പ്, പഞ്ചസാര, ഫുഡ് കളർ, ഉപ്പ്, ഏലക്ക, മുന്തിരി, കശുവണ്ടി, സോഡാപ്പൊടി, നെയ്യ്. ഇവിടെ ഞാൻ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന ടൈമിൽ ആദ്യമേ നിങ്ങൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ചൊഴിച്ച് മിക്സ് ചെയ്യുക. നമുക്ക് വേണ്ടത് ദോശമാവിന് മിക്സ് ചെയ്യുന്നത് പോലെയാണ് വേണ്ടത്. ഇതുപോലെ വേണം മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇതിലേക്ക് ഫുഡ് കളർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. യെല്ലോ നിറം ഫുള്ള് മാവിൽ കിട്ടുന്ന വിധത്തിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്നറിയാൻ മിക്സ് ചെയ്ത് വച്ചിട്ടുള്ള മാവ് ഒരു ചെറിയ സ്പൂണിലെടുത്ത് ഇതുപോലെ മാവിനെ എണ്ണയിലേക്ക് കാണിച്ചു കൊടുക്കുക. മാവ് നന്നായി പൊള്ളി വരുന്നെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനുശേഷം അതിനെ കോരി മാറ്റിയിട്ട് ഒരു സ്പൂൺ ഇതുപോലെ കാണിച്ചു കൊടുക്കണം. സ്പൂണിൽ മാവ് ഇതുപോലെ ഒഴിക്കുക. മാവ് ഒഴിക്കുന്ന ടൈമിൽ ഒരു സ്ഥലത്ത് മാവ് വീഴാതിരിക്കാൻ ഇതുപോലെ ചുറ്റി കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും മാവ് കിട്ടും. അതിനുശേഷം ഒരു 5-6 സെക്കൻഡ് എണ്ണയിലിട്ടതിന് ശേഷം നമുക്കതിനെ കോരി മാറ്റാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കണം. ഇവിടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. അടുത്ത് ചെയ്യാനുള്ളത് ഒരു പാനിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പം പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര വെള്ളവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ടൈമിൽ തന്നെ മുന്തിരിയും കാഷ്യൂനട്ട് കൂടി വറുത്തെടുക്കാം. നേരത്തെ വറുത്ത് വെച്ചാലും മതിയാകും. ഇവിടെ വെച്ചിട്ടുള്ള പഞ്ചസാരയും വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മസ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ ടൈമിൽ 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇവിടെ പഞ്ചസാര പാനി ഫുള്ളായിട്ട് ബൂന്തിയിലായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടെ തന്നെ നമുക്ക് ലഡുവിനെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്